ഹലാൽ കമ്പിയുടെയും ടൈൽസിൻ്റെയും തുമ്പ് വെട്ടിയിരിക്കുകയാണ് യോഗി. സത്യത്തിൽ അത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതിൽ തുമ്പല്ല, തലവെട്ടി. തലവെട്ടി. അതായത് UP-യിൽ ഹലാൽ നിരോധനം വന്നു. ഹലാൽ നിരോധനം നടപ്പാക്കി യോഗി എന്നതുകൊണ്ട് അവിടെ കുറേ പേർക്ക് അസ്വസ്ഥത വന്നു. അവർ ജമിയത്ത് ഉൽമ ഇ ഹിന്ദ് എന്നൊരു സംഘടനയുണ്ട്. അവരാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഒന്നുമല്ല, ഇങ്ങനെ കുറേ സംഘടനകളുണ്ട്. അവർ ഓരോരുത്തരും ഓരോ ആളുകളുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ഈ സാധനം ഹലാലാണെന്ന് പറയും. നമ്മൾ കേട്ടിട്ടുള്ള ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളല്ലേ? അതെ. ഇപ്പോൾ ഇന്നലെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായി. സുപ്രീം കോടതിയിൽ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ BR ഗവായി, അഗസ്റ്റിൻ ജോർജ് മെയ്ഷ്, ഇവരുടെ മുമ്പാകെ ജമിയത്ത് ഉൽമ ഇ ഹിന്ദിൻ്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജഡ്ജിമാരെ, നിങ്ങളൊരു കാര്യം കേൾക്കണം, ഞെട്ടിപ്പോവും നിങ്ങൾ. ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇവർ വിറ്റുകൊണ്ടിരുന്നതെന്ന് പറയും, കമ്പി ഉണ്ടല്ലോ, കമ്പി, ഇരുമ്പ് കമ്പി ഹലാൽ സർട്ടിഫിക്കറ്റ്, സിമൻറ്റ് ഹലാൽ സർട്ടിഫിക്കറ്റ്. നമ്മളെന്താണ് TMD കമ്പി എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മലബാർ എന്നൊക്കെ പറഞ്ഞ് കുറേ കൈരളി എന്നൊക്കെ പറഞ്ഞ് കാണുമല്ലോ. ഇതൊക്കെ ഹലാലാകുന്നത് എങ്ങനെയാണ്? അത് ഹലാൽ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ എല്ലാ വെള്ളം തെളിച്ചിട്ടോ അതോ മുറിച്ച് കളഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണോ കമ്പി ഹലാലാക്കുന്നത് എനിക്കറിയില്ല. ഹലാൽ സിമെൻറ്റ്, നമ്മൾ ശങ്കർ സിമെൻറ്റ്, ACC അത് ഇതെന്നൊക്കെ പറഞ്ഞ് കോറാമാൻഡൽ എന്നൊക്കെ പറഞ്ഞ് പല സിമെൻറ്റുകളുണ്ട്. ബ്രാൻഡ് നോക്കിയിട്ട് നമ്മൾ വാങ്ങും. ഇപ്പോൾ ഹലാൽ സിമെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇത് വന്ന് ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, എല്ലാ മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഹലാലാണെന്ന് പറയും. ഇത് വലിയ അപകടമാണ്. രാജ്യത്ത് വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹലാൽ ഏർപ്പാട്. അതുകൊണ്ട് യോഗി സർക്കാർ ഹലാൽ നിരോധിച്ചു എന്ന് പറയുന്നത് ന്യായമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതി പറഞ്ഞത്. അദ്ദേഹം അതിന് പറഞ്ഞ കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹലാൽ ഭക്ഷണം. ധന്യയ്ക്ക് ഓർമ്മയുണ്ടാവും, ധന്യയൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഹലാലൊന്നുമില്ല. ഞങ്ങൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും കൂടെ എല്ലായിടത്തും പോവും, എല്ലാ ഭക്ഷണവും കഴിക്കും, ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കും. ഒരു 10-15 വർഷമായിട്ടുള്ളൂ കേരളത്തിൽ ഹലാൽ എന്നുള്ള ബോർഡ് വന്നിട്ടല്ലേ. ഹലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിധിപ്രകാരം അനുവദനീയമായ ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവർ പറയുന്ന നല്ല ഭക്ഷണം, അതാണ് ഹലാൽ. ഓക്കെ, നല്ല ഭക്ഷണം എല്ലാവരും കഴിക്കണം, അതിന് ഹലാൽ കഴിച്ചാൽ എന്താ കുഴപ്പം? നല്ല ഭക്ഷണം നമ്മൾ തിരുപ്പതിയിൽ ഉണ്ടാക്കുന്ന ലഡ്ഡു, ശബരിമലയിലെ അരവണ, അല്ലെങ്കിൽ പഴനിയിലെ പഞ്ചാമൃതം, ഇതൊക്കെ നല്ല ഭക്ഷണമാണ്. ഇത് കഴിക്കുമോ? ഇല്ല. ക്രിസ്മസ് കേക്ക് പോലും കഴിക്കരുതെന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം എല്ലാം കഴിക്കത്തില്ല. അപ്പോൾ അതിന് പറയുന്നതെന്നറിയോ, അരവണ നിങ്ങളുടെ അമ്പലത്തിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഹറാമാണ്. അപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്. നിങ്ങൾ മാംസം കണ്ടിക്കുന്നു, ബിസ്മി ചൊല്ലി മാംസം കണ്ടിക്കുന്നു, എന്നിട്ട് ബിസ്മി ചൊല്ല നിങ്ങളുടെ മന്ത്രമാണ്, നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള മന്ത്രം ചൊല്ലിയിട്ട് മുറിക്കുന്നു, അത് നിങ്ങളുടെ പൂജാവിധിക്ക് തുല്യമാണ്. അത് ഞങ്ങൾ കഴിച്ചാൽ ഹലാലല്ലേ? ആണ്. അപ്പോൾ ഹലാൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസപരമായ മതബന്ധമുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഹലാൽ എന്നുള്ള ബോർഡ് വെക്കുന്നു ഒരു ഹോട്ടൽ. ഇവിടെ അയ്യപ്പ ടീ സ്റ്റാൾ ഇപ്പുറത്തുണ്ട്, ഹലാൽ ബോർഡില്ല. ഒരു മുസ്ലിം ബംഗാൾ എവിടെ കയറും? ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളി, ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഉപയോഗിക്കേണ്ട വസ്തു എന്നാണ്. മുസ്ലിങ്ങൾ ഹലാലേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടനയെ വല്ലാണ്ട് ബാധിക്കും. മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഭക്ഷണം മുതൽ എന്തും വാങ്ങാവുള്ളൂ. ഹലാൽ സിമെൻറ്റ് വന്നാൽ മുസ്ലിങ്ങൾ വീട് വെക്കുമ്പോൾ ഹലാൽ സിമെൻറ്റേ വാങ്ങാവുള്ളൂ. എന്ന് വെച്ചാൽ മുസ്ലിം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ വീട് വെക്കുമ്പോൾ വാങ്ങുന്ന കമ്പി ഹലാലായിരിക്കണം, ടൈല് ഹലാലായിരിക്കണം. എന്തിനും വന്ന് ടൂത്ത് പേസ്റ്റ് വരെ ഹലാലുണ്ട്. ഹലാൽ കോണ്ട ഉണ്ട്, അറിയാവോ? കോഴിക്കോട് ഒരിടത്തൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു. ഹലാൽ ഫ്ലാറ്റുകളാണ്. പത്രങ്ങളിൽ പരസ്യം ഉണ്ടായിരുന്നു. ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതെന്താ ഈ പറഞ്ഞ പോലെ ഈ ആളുകൾ ആരോപിക്കുന്ന പോലെ തുപ്പിയിട്ടുണ്ടാക്കുന്ന ഫ്ലാറ്റാണോ? അല്ലല്ലോ. അതോ ഈ ഫ്ലാറ്റിൻ്റെ ഒരു മൂല മുറിച്ച് കളയോ? ഇല്ലല്ലോ. സിമ്പിളാണ്. ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാത്രമുള്ളതാണ്, മറ്റാരും അവിടെ ഉണ്ടാവത്തില്ല. എക്സ്ക്ലൂസീവ് മുസ്ലിംസ് എന്താണ് ഹലാൽ ഫ്ലാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കമ്പി അല്ലെങ്കിൽ ഒരു സിമൻറ്റ്, ഒരു ടൈല് ഹലാലാക്കുന്നത്? വളരെ സിമ്പിളാണ്. മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുസ്ലിങ്ങൾ അതും മാത്രമേ വാങ്ങാവുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പാരലൽ എക്കോണമി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ വികസിക്കുക. മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരുടെ വാങ്ങരുത് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ കുഴിമന്തി വിൽക്കുന്ന ഹലാൽ ഹോട്ടൽ,
അവിടെ മുസ്ലിങ്ങൾ മുഴുവൻ അവിടെ കയറത്തുള്ളൂ, കൂട്ടത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ കയറും. അപ്പോൾ എന്ത് പറ്റി? ഇവർക്ക് മൊത്തം കച്ചവടം ഇവർക്ക് കിട്ടും. പാവപ്പെട്ട ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇപ്പുറത്ത് കുഴിമന്തി വിൽക്കുന്ന ഒരു കടയുണ്ടെങ്കിൽ അവിടെ ഹലാൽ ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ വരത്തില്ല. ഹിന്ദുവും മുസ്ലിമും ഒരു വിഭാഗം വരത്തുള്ളൂ. ബാക്കിയുള്ളവർ ഹലാൽ കാണുമ്പോൾ അവരോട് ഐക്യദാർഢ്യം, അങ്ങനെയാണല്ലോ, ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം കൊടുക്കാനായിട്ട് നമ്മൾ പോയി ഈ യമൻ കുഴിമന്തി, യമലോകത്തേക്ക് പെട്ടെന്ന് എടുക്കുന്ന കുഴിമന്തിയാണ് യമൻ കുഴിമന്തി, അത് പോയി കഴിക്കും. അപ്പോൾ സംഭവിക്കുന്നത് സാമ്പത്തികമായി ഒരു വിഭാഗത്തിന് മെച്ചം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഹലാൽ. അത് മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ ഉറക്കെ പറയണം, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു 20 വർഷം മുമ്പ് ഹലാൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എല്ലായിടത്തും കഴിക്കും. അപ്പോൾ ഇപ്പം ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നു. ഹലാൽ അല്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞ് കൊച്ചിയിലൊരു ഹോട്ടൽ തുടങ്ങി, അടിച്ചു താർത്തു. ഹലാൽ അല്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു. ഹലാൽ വിൽക്കാൻ ഒരാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ ഹലാൽ അല്ലാത്തത് എന്ന് പറഞ്ഞ് ഒരു ഭക്ഷണശാല തുടങ്ങാൻ ഇവിടെ അവകാശമില്ലേ? ഉണ്ട്. പക്ഷേ തുടങ്ങിയാൽ നമ്മൾ തല്ലിപ്പൊളിക്കും. പാലാരിവട്ടത്തൊരു സ്ത്രീ തുടങ്ങിയ ഹോട്ടൽ തല്ലിപ്പൊളിച്ചു. അപ്പോൾ ഹലാൽ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുക. ഭക്ഷണത്തിൽ വരെ ഇനി ഹലാൽ വെള്ളം കൂടെ വരും, ഹലാൽ കുടിവെള്ളം. അതെന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുടിക്കേണ്ടുന്ന വെള്ളം. ഹലാൽ എന്ന് പറഞ്ഞാൽ, ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന, മുസ്ലിങ്ങൾ അവിടെ നിന്ന് മാത്രം കഴിക്കേണ്ടുന്ന ഭക്ഷണം. ഹലാൽ ജ്വല്ലറി ഉണ്ടായിരുന്നു അല്ലേ? അൽ മുക്തദാർ ഹലാൽ ജ്വല്ലറി. എന്നിട്ട് എന്ത് പറ്റി? കേരളത്തിലെ മുഴുവൻ ജ്വല്ലറിയും പ്രതിസന്ധിയിലായി. നിക്ഷേപകരൊക്കെ വിളിപ്പിച്ച് 2000 കോടി എടുത്ത് മുക്കി ജ്വല്ലറി പൂട്ടുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഹലാൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ വലിയ തോതിൽ ആകർഷിച്ച് അവരുടെ സമ്പത്ത് മുസ്ലിം സമുദായത്തിൽ തന്നെ കിട്ടാനുള്ള ഒരു സൂത്രപ്പണിയാണ്. അത് മാത്രമല്ല, വർഗീയമായ വിഭജനം ഉണ്ടാവും. കേന്ദ്ര സർക്കാർ പറഞ്ഞു ഈ ഹലാൽ എന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെയൊക്കെ അനുവദിച്ചു കൊടുത്താൽ എന്ത് പറ്റുന്നറിയോ? മുസ്ലിങ്ങളുടെ കച്ചവടം മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോകും. അപ്പോൾ ബാക്കിയുള്ളത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തോ മുസ്ലിം വ്യാപാരം നടത്തുന്ന ഒരു മേഖലയിലുള്ള ഹിന്ദു കച്ചവട സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് സാമൂഹികമായി മതത്തിൻ്റെ പേരിൽ ചിലരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാവും, സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാവും, വലിയൊരു സാമൂഹ്യ തിന്മയായി ഹലാൽ മാറുകയാണ്. അതുകൊണ്ടാണ് യോഗി സർക്കാർ ഒരു തീരുമാനമെടുത്തു, ഉത്തർപ്രദേശിൽ ഹലാൽ വേണ്ട. നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ മതരാജ്യമാണ്. അവിടെ ആ നിയമം അനുസരിച്ചേ പറ്റുള്ളൂ. ഇന്ത്യയിൽ മതഭരണം വന്നിട്ടില്ല. ഇത് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർക്ക് ഇത്തിരി ജനസംഖ്യ കൂടിയപ്പോൾ തന്നെ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഹലാൽ ഇവിടെ വരുന്നത്. യു പിയിൽ ഉണ്ടാക്കുന്ന സാധനം UAE-യിലോ സൗദിയിലോ കൊണ്ട് വിൽക്കണമെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള, കയറ്റുമതി ചെയ്യാനുള്ള സാധനത്തിൽ ഹലാൽ വെച്ചോ. കാരണം ആ രാജ്യത്തെ നിയമം അതായതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അമേരിക്കയിൽ പോയാൽ ട്രംപ് ഓടിക്കും, പറ്റത്തില്ല. അപ്പോൾ അവിടെ പോകുമ്പോൾ വേണ്ട, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ ഹലാൽ എന്നുള്ള പരിപാടി വേണ്ട. കാരണം അത് ഒരു വിഭാഗത്തിന് മാത്രം പണമുണ്ടാക്കാനുള്ള മാർഗമാണ്. രണ്ടാമത് അത് സമൂഹത്തിൽ വലിയ ഛിദ്രതയുണ്ടാക്കും, സ്പർദ്ധയുണ്ടാക്കും. അതുകൊണ്ടാണ് ഹലാൽ നിരോധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേൾക്കണം എന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഹലാൽ വന്ന് ഭക്ഷണത്തിൽ തുടങ്ങി എല്ലാ മേഖലകളിലും മാറുകയാണ്. അതുകൊണ്ടാണ് കമ്പിക്ക് ഹലാൽ. ചിന്തിക്കാൻ പറ്റും, കമ്പിയെ. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പേന ഹലാലാവും, നിങ്ങൾ കുളിക്കുന്ന സോപ്പ് ഹലാലാവും, നമ്മൾ കഴിക്കുന്ന കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് ഇനി ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ളത് വരും. അപ്പോൾ എന്തുമാത്രം വിഭജനമാണ്, ഭിന്നതയാണ് ഈ ആളുകൾ ഉണ്ടാക്കിക്കൂടുന്നത്. കാരണം ഇവിടെ ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിൽ ഒരു 30% അതോടുകൂടി ഇപ്പോൾ എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, പൊതു ഇടത്തിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ കൂടെ വ്യായാമം ചെയ്യാൻ പാടില്ല. ഇതൊരു 10 വർഷം മുമ്പ് കേരളത്തിൽ പറയില്ലായിരുന്നു, 15 വർഷം മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ കേരളം ഒരു ഇസ്ലാമിക രാജ്യമായതുപോലെ ഇവർ നിരന്തരം ഫത്വകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നുണ്ട്. UP പോലെ ഒരു സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനത്തും ചില മേഖലകളിൽ ഇവർ ശക്തമാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ അവർ ശരീഅത്ത് രാജ്യമാക്കാൻ നോക്കും. അപ്പോൾ ഉത്തർപ്രദേശിൽ അത് പറ്റത്തില്ല. യോഗിക്ക് ഇവർ പറയുന്ന പോലെ ഇവരുടെ ഇരുമ്പ് കമ്പിയല്ല യോഗിയുടെ നട്ടല്, ഉരുക്കുകൊണ്ടുള്ള നട്ടലുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ചവിട്ടിക്കൂട്ടി വക്കഫിനെ എടുത്ത് കളഞ്ഞു അല്ലേ? വക്കഫം കൊണ്ട് നീ ഇങ്ങോട്ട് വന്ന നിൻ്റെ മുഴുവൻ ഭൂമി അളക്കും എന്ന് പറഞ്ഞ് വക്കഫ് ഭൂമി അളക്കാൻ ഇറങ്ങിയപ്പോൾ വക്കഫിൻ്റെ ഭൂമി അളന്നിട്ട് വക്കഫിനിട്ട് 8ൻ്റെ പണി കൊടുത്ത് വക്കഫിനെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കാക്കി. ഒരു നിയമ ഭേദഗതി വേണ്ട, എന്ത് ചെയ്യാൻ അറിയാമെന്ന് യോഗി കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഹലാലിൻ്റെ തുമ്പല്ല
തലവെട്ടി യോഗി ഇന്ത്യക്ക് മാതൃകയായിരിക്കുക. മതം ഭക്ഷണത്തിലും മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളിലും ദുരുദ്ദേശത്തോടെ കുത്തിച്ചെലുത്താനുള്ള പ്രവണതയെ ചെറുക്കേണ്ടതാണ്. അതാണ് മോദിയല്ല യോഗി, മോദിക്ക് വേണ്ടി, മോദിയുടെ സർക്കാരാണല്ലോ യോഗി ഉത്തർപ്രദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.